ഒരു കാലത്ത് കടലിലെ ഭീമൻ വിമാനവാഹിനി കപ്പലുകളെന്നു പറഞ്ഞാൽ അതൊരു പേടിസ്വപ്നമായിരുന്നു. ആയിരക്കണക്കിന് സൈനികരും ആകാശത്ത് വട്ടമിടുന്ന യുദ്ധവിമാനങ്ങളും കടലിനടിയിൽ പതുങ്ങിയിരിക്കുന്ന ആണവ സബ്മറൈനുകളും ചേർന്ന് തീർക്കുന്ന ആ പ്രതിരോധക്കോട്ട തകർക്കുക എന്നത് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. ലോകത്തെ ഏത് തീരത്തും ചെന്ന് അധികാരം സ്ഥാപിക്കാൻ ഈ ഉരുക്കുകോട്ടകൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, യുദ്ധത്തിന്റെ നിയമങ്ങളും മാറി. മുമ്പൊക്കെ തോക്കുകളും പീരങ്കികളുമായിരുന്നു കരുത്തിന്റെ അടയാളമെങ്കിൽ ഇന്ന് കാണാൻ കഴിയാത്ത ഡേറ്റാ സിഗ്നലുകളിലും റഡാർ തരംഗങ്ങളിലുമാണ് കളി നടക്കുന്നത്. ശത്രുവിന്റെ കണ്ണായ റഡാറുകളെ കണ്ണുകെട്ടാനും അവരുടെ കപ്പലിലെ കമ്പ്യൂട്ടറുകളെ നിശ്ചലമാക്കാനും കഴിയുന്ന ഇലക്ട്രോണിക് യുദ്ധം ഇന്നാ ഭീമൻ കപ്പലുകളെ നിസ്സഹായരാക്കുന്നു. ഇവിടെയാണ് ഇറാന്റെ യുദ്ധതന്ത്രം ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നത്. കോടികൾ വിലയുള്ള ആനയെപ്പോലെ വലിപ്പമുള്ള ഒരു കപ്പലിനെ നേരിടാൻ അവർ വലിയ കപ്പലുകളെ അല്ല അയക്കുന്നത്. പകരം ഈച്ചക്കൂട്ടങ്ങളെപ്പോലെ പാഞ്ഞെടുക്കുന്ന നൂറുകണക്കിന് ചെറിയ ഡ്രോണുകളെയും സ്പീഡ് ബോട്ടുകളെയുമാണ് അവർ ആയുധമാക്കുന്നത്. ഒരേ സമയം എല്ലാ വശത്തുനിന്നും ആക്രമണം വരുമ്പോൾ ഭീമൻ കപ്പലുകളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും കൺഫ്യൂഷനിലാകും. ആനയെ 1000 ഉറുമ്പുകൾ ചേർന്ന് വീഴ്ത്തുന്നതുപോലെ ലളിതവും എന്നാൽ മാരകവുമായൊരു തന്ത്രമാണിത്. അതായത് വലിപ്പത്തേക്കാൾ വേഗതയ്ക്കും ബുദ്ധിക്കും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. ഇന്ന് യുദ്ധം ജയിക്കുന്നത് വലിയ ആയുധങ്ങളുള്ളവനല്ല, മറിച്ച് സാങ്കേതിക വിദ്യകൊണ്ട് ശത്രുവിനെ അന്ധനാക്കാൻ കഴിയുന്നവനാണ്. നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലുകൾ രൂപകൽപ്പന ചെയ്ത കാലഘട്ടം ശീതയുദ്ധത്തിന്റെ ഉച്ചസ്ഥായിയായിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശക്തി പ്രദർശന മത്സരത്തിൽ വലിപ്പവും ആക്രമണശേഷിയും തന്നെയായിരുന്നു പ്രധാന സുരക്ഷാ ഉറപ്പ്. USS ഏബ്രഹാം ലിങ്കൻ പോലുള്ള കപ്പലുകൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഏകദേശം ഒരു ചെറിയ നഗരത്തിന്റെ വലിപ്പമുള്ള ഈ കപ്പലുകൾ 90ഓളം വിമാനങ്ങൾ വരെ വഹിക്കാൻ കഴിവുള്ളവയാണ്. എന്നാൽ ഈ വൻ ഘടനകൾ തന്നെയാണ് ഇന്നത്തെ സെൻസർ അധിഷ്ഠിത യുദ്ധകാലത്ത് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. കപ്പലിന്റെ ഉയർന്ന ദ്വീപ് ഘടനയും വലിയ മാസ്റ്റുകളും റഡാർ തരംഗങ്ങളെ ശക്തമായി തിരിച്ചയക്കുന്നതിനാൽ റഡാർ ക്രോസ് സെക്ഷൻ വളരെ വലുതാകുന്നു. അതായത് ശത്രുരാജ്യങ്ങളുടെ ദീർഘദൂര റഡാറുകൾക്ക് ഇത്തരം കപ്പലുകളുടെ സാന്നിധ്യം വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇതിന്റെ വിപരീത ദിശയിലാണ് ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് രൂപകൽപ്പന മുന്നേറിയത്. പുതിയ തലമുറ കാരിയറുകളിൽ ദ്വീപ് ഘടന ചെറുതാക്കി പിന്നിലേക്ക് മാറ്റുകയും ഉപരിതല കോണുകൾ മാറ്റി റഡാർ തരംഗങ്ങൾ നേരിട്ട് തിരിച്ചുപോകാതെ ചിതറുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ കണ്ടെത്തൽ സമയം വൈകിപ്പിക്കാനാണ് ലക്ഷ്യം. എന്നിരുന്നാലും സ്റ്റെൽത്ത് എന്നത് അദൃശ്യമാകുന്നതല്ല, മറിച്ച് കണ്ടെത്തൽ പ്രക്രിയയെ ബുദ്ധിമുട്ടാക്കുന്നതാണ്. അതിനാൽ തന്നെ ശക്തമായ നിരീക്ഷണ ശൃംഖലകളുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ആധുനിക കപ്പലുകൾക്കും വെല്ലുവിളികൾ നിലനിൽക്കും. ഇവിടെ ഇറാൻ വികസിപ്പിച്ചെടുത്ത ഓവർ ദി ഹൊറൈസൺ റഡാർ ശൃംഖലകൾ നിർണായകമാകുന്നു. പരമ്പരാഗത റഡാറുകൾ ഭൂമിയുടെ വളവു കാരണം പരിമിത ദൂരത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. എന്നാൽ OTH റഡാറുകൾ ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങളയച്ച് അവയെ അയണോസ്ഫിയറിൽ നിന്ന് തിരിച്ചുവിട്ട് ദൂരെ പ്രദേശങ്ങളിലെ വലിയ വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. സെപ്പേർ, ഗാദിർ പോലുള്ള സംവിധാനങ്ങൾ ഈ സാങ്കേതികവിദ്യയുടെ ഉദാഹരണങ്ങളാണ്. കൃത്യമായ സ്ഥാനനിർണയം ഉടൻ ലഭിക്കണമെന്നില്ലെങ്കിലും വലിയ ഒരു കപ്പൽ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചു എന്ന മുന്നറിയിപ്പ് നൽകാൻ ഇവയ്ക്ക് കഴിയും. സമുദ്രനിരീക്ഷണത്തിൽ ഇത് വലിയ തന്ത്രപരമായ നേട്ടമാണ്. റഡാർ വിവരങ്ങൾ മാത്രം യുദ്ധത്തിന് മതിയാവില്ല. അതിനാലാണ് ഇറാൻ നിരീക്ഷണ ഡ്രോണുകളെ ശൃംഖലയുടെ അടുത്ത ഘട്ടമായി ഉപയോഗിക്കുന്നത്. മൊഹാജർ 6 പോലുള്ള ഡ്രോണുകൾ ദീർഘദൂരത്തിൽ പറന്ന് ലക്ഷ്യത്തെ ദൃശ്യവസ്തുവായി സ്ഥിരീകരിക്കുകയും അതിന്റെ വേഗതയും ദിശയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. റഡാർ കണ്ടെത്തൽ, ഡ്രോൺ സ്ഥിരീകരണം, ലക്ഷ്യ ട്രാക്കിംഗ് എന്ന 3 ഘട്ട നിരീക്ഷണ മാതൃകയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ചെറുതും ചിലവു കുറഞ്ഞതുമായ ഡ്രോണുകൾ ഉപയോഗിച്ച് വലിയ യുദ്ധക്കപ്പലുകളെ നിരീക്ഷിക്കാൻ കഴിയുന്നു എന്നത് അസമതുല്യ യുദ്ധരീതിയുടെ പ്രധാന സവിശേഷതയായി മാറുന്നു. ഒരു വിമാനവാഹിനിക്കപ്പലിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലായാൽ അടുത്ത ഘട്ടം ആക്രമണശേഷിയാണ്. ഈ സാഹചര്യത്തിൽ ഖാലിജ് ഫാർസ് കപ്പൽവേധ ബലിസ്റ്റിക് മിസൈൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. സാധാരണ ബലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് അവസാന ഘട്ടത്തിൽ ലക്ഷ്യത്തെ തിരിച്ചറിയാൻ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സീക്കർ ഉപയോഗിക്കുന്നു. ഉയർന്ന വേഗതയും മുകളിൽ നിന്ന് പതിക്കുന്ന ആക്രമണ കോണും കാരണം പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കാൻ സമയം കുറയുന്നു. വലിയ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആയുധമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിമാനവാഹിനി കപ്പലുകൾ പോലും പുതിയ ഭീഷണികളിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിതരല്ല എന്ന ആശയം ശക്തിപ്പെടുത്തുന്നു. ഇതോടൊപ്പം ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും സമുദ്രയുദ്ധത്തിന്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ട്. അബൂ മഹദി കപ്പൽവേധ മിസൈൽ സമുദ്രനിരപ്പിനോട് ചേർന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനാൽ റഡാർ കണ്ടെത്തൽ വൈകാൻ സാധ്യതയുണ്ട്. ഈ സീ സ്കീമിംഗ് പ്രൊഫൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതികരണ സമയം കുറയ്ക്കുന്നു.
ഒരേ സമയം പല ദിശകളിൽ നിന്നുള്ള മിസൈൽ ആക്രമണം നടത്താനായാൽ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ പോലും സമ്മർദ്ദത്തിലാകുമെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ ഈ മുഴുവൻ സമവാക്യത്തിലെ ഏറ്റവും സൂക്ഷ്മഘടകം ഇലക്ട്രോണിക് നിശബ്ദതയാണ്. ഒരു കപ്പൽ സ്വന്തം റഡാറുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ആക്ടിവേറ്റ് ചെയ്താൽ അതിന്റെ സിഗ്നലുകൾ തന്നെ ശത്രുവിന്റെ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് സൂചനയായി മാറും. എംകോൺ എന്നറിയപ്പെടുന്ന ഈ നിയന്ത്രണ തന്ത്രം പാലിച്ചില്ലെങ്കിൽ ഏറ്റവും സ്റ്റെൽത്ത് രൂപകൽപ്പനയുള്ള കപ്പലും കണ്ടപ്പെടാനിടയുണ്ട്. സിഗ്നൽ ഇന്റർസെപ്ഷൻ, സ്പെക്ട്രം വിശകലനം, ഡേറ്റ ട്രയാങ്കുലേഷൻ എന്നിവ ഉപയോഗിച്ച് കപ്പലുകളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമാണ്. ഇതെല്ലാം ചേർന്ന് കാണുമ്പോൾ സമുദ്രത്തിലെ ശക്തി ഇനി ഏകപക്ഷീയമായ ആശയമല്ല. വൻകിട വിമാനവാഹിനി കപ്പലുകൾ ഇന്നും അത്യന്തം ശക്തമായ യുദ്ധ പ്ലാറ്റ്ഫോമുകളായിരിക്കുമ്പോഴും ദീർഘദൂര നിരീക്ഷണം, ഡ്രോൺ ശൃംഖലകൾ, കൃത്യമായ മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധം ചേർന്ന പുതിയ തന്ത്രങ്ങൾ അവയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നു. ഇറാൻ സ്വീകരിച്ച അഭിപ്രായം ഈ മാറ്റത്തിന്റെ ഉദാഹരണമായി പല വിശകലനങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നു. വലിയ സൈനിക ശക്തിയെ നേരിട്ട് നേരിടുന്നതിന് പകരം അതിന്റെ കണ്ടെത്തലും ട്രാക്കിംഗും ശൃംഖലയെ ലക്ഷ്യമിട്ട് യുദ്ധത്തിന്റെ നിയമങ്ങൾ തന്നെ മാറ്റാനുള്ള ശ്രമമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. അവസാനമായി, ആധുനിക സമുദ്രയുദ്ധം ഇനി കപ്പലുകളുടെ പോരാട്ടമല്ല. അത് വിവരത്തിന്റെ വേഗതയും സെൻസറുകളുടെ കൃത്യതയും സിഗ്നലുകളുടെ നിയന്ത്രണവും തമ്മിലുള്ള മത്സരമാണ്. ആരാണ് ആദ്യം കാണുന്നത് എന്നതല്ല പ്രധാന ചോദ്യം. ആരാണ് കൂടുതൽ നേരം കാണപ്പെടാതെ തുടരുന്നത് എന്നതാണ് ഭാവിയിലെ യുദ്ധത്തിന്റെ യഥാർത്ഥ നിർണായകം.